എല്ലാവർക്കും സ്വാഗതം. പാശ്ചാത്യ സാഹിത്യശാസ്ത്രത്തിൽ നിയോ ക്ലാസിസത്തിൽ വരുന്ന അലക്സാണ്ടർ പോപ്പ് രചിച്ച എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന കൃതിയിലെ ചില സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത്. 1660 മുതൽ 1880 വരെ നീണ്ടുനിന്ന ജ്ഞാനോദയ യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന കാലത്താണ് അലക്സാണ്ടർ പോപ്പ് രചന നടത്തിയിരുന്നത്. ജ്ഞാനോദയ ചിന്തകൾ സാഹിത്യത്തിൻ്റെയും യുക്തിയുടെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഈ കാലത്താണ് ആധുനിക ശാസ്ത്രവും സമകാലിക സമൂഹത്തെ നിയന്ത്രിക്കുന്ന ചില അനുമാനങ്ങൾ വികസിച്ചത്. ജ്ഞാനോദയ ചിന്തകളുടെ ഫലമായി അദ്ദേഹം എഴുതിയ കൃതിയാണ് എസ്സേ ഓൺ ക്രിറ്റിസിസം. ഈ കൃതിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗത്തിൽ പ്രധാനമായും സാഹിത്യ നിരൂപകൻ എങ്ങനെയാണ് ചിന്തകളിലൂടെ പ്രതിലോമകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. സാഹിത്യ നിരൂപകൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ പ്രതിലോമകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു. തുടർന്ന് ഈ ഭാഗത്തിൽ പരാമർശിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, ഒരു കൃതിയെ വിമർശന വിധേയമാക്കുമ്പോൾ നിരൂപകൻ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാരണം മോശമായ വിമർശനം മോശം കവിതയേക്കാൾ സമൂഹത്തെ ദുഷിപ്പിക്കുന്നു. ഓരോ വിമർശകനും സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അത് തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല. വിമർശകൻ സത്യസന്ധനായിരിക്കണം. ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും അയാൾ കീഴടങ്ങാൻ പാടില്ല. ഇവയൊക്കെ മറികടന്നാൽ അദ്ദേഹത്തിന് ജ്ഞാനിയായ ഒരു വിമർശകനാകാൻ കഴിയും. പ്രകൃതിയുടെ നിയമങ്ങളനുസരിച്ചാണ് ഗ്രീക്കുകാർ കവിതയെ മനസ്സിലാക്കിയത്. സമകാലിക വിമർശനം ഈ രീതി സ്വീകരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കൃതിയുടെ ഒന്നാം ഭാഗത്തിലുള്ളതാണ്. ഇനി രണ്ടാം ഭാഗത്തിൽ വിമർശകൻ മോശമായ വിധി പ്രസ്താവിക്കുന്നതിനെ പോപ്പ് വിമർശിക്കുന്നു. ഇതിൽ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ, ഈ രണ്ടാം ഭാഗത്തിൽ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ, വിമർശകൻ അഭിമാനബോധമുള്ളവനായിരിക്കണം. സ്വന്തം തെറ്റുകളും പരിമിതികളും അയാൾ തിരിച്ചറിയണം. വിമർശകർ കൃതികളെ കൃത്യമായി പഠിക്കുകയും ഉള്ളടക്കം സൂക്ഷ്മമായി മനസ്സിലാക്കുകയും വേണം. മറ്റുള്ളവർ വികസിപ്പിച്ചെടുത്ത നിയമങ്ങളുടെയും ചിന്തകളുടെയും അടിമകളാകാതെ നോക്കാൻ വിമർശകൻ ശ്രദ്ധിക്കണം. എഴുത്തുകാരൻ്റെ ജനപ്രീതി വിമർശകൻ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല. പ്രശസ്തനായ എഴുത്തുകാരൻ്റെ രചന മോശമാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം വിമർശകനുണ്ടായിരിക്കണം. ഇനി മൂന്നാം ഭാഗത്തിലേക്ക് വന്നാൽ വിമർശകൻ പാലിക്കേണ്ട ചില നിയമങ്ങൾ അഥവാ ധർമ്മങ്ങൾ ചർച്ച ചെയ്യുന്നു. തുടർന്ന് ആ ഭാഗത്തിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, വിനയവും പഠനത്തിൻ്റെ പ്രാധാന്യവും അയാൾ തിരിച്ചറിയണം, വിമർശകൻ തിരിച്ചറിയണം. ഇനി കവിതയെ മനസ്സിലാക്കി പ്രകൃതിയെ പിന്തുടരുന്ന കവികളെയും നിരൂപകനെയും വിമർശകൻ പഠിക്കണം. ഗ്രീക്ക് സംസ്കാരവും സാഹിത്യകാരന്മാരുടെ ഉയർച്ചയും താഴ്ചയും മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ, ഒന്നാമത്തെ ഭാഗത്തിൽ സാഹിത്യ നിരൂപകൻ എങ്ങനെയാണ് ചിന്തകളിലൂടെ പ്രതിലോമകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് വിശദീകരിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ പ്രധാനമായും വിമർശകൻ മോശമായ വിധി പ്രസ്താവിക്കുന്നതിനെ പോപ്പ് വിമർശിക്കുന്നു. മൂന്നാം ഭാഗത്തിൽ വിമർശകൻ പാലിക്കേണ്ട നിയമങ്ങൾ അഥവാ ധർമ്മങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു.